ഫോട്ടോ ശ്രദ്ധിച്ചു. ഇതിന്റെ മുഖം കണ്ടു. കരിക്കാൻ ശ്രമിച്ചതുപോലെ ചില പാടുകൾ. അപ്പൊ പുത്തൂരന്റെ കൊലയാളി കൃത്യത്തിന് ശേഷം ശരീരം കത്തിക്കാൻ ശ്രമിച്ചു എന്ന് സാരം. പിന്നെന്താ നിങ്ങൾക്കതിന് കഴിയാതെ പോയത്? ഒരുപക്ഷെ ആ നേരത്ത് മറ്റാരെങ്കിലും ആ വഴി വന്നതുകൊണ്ട് അയാൾ ശ്രമം ഉപയോഗിച്ച് രക്ഷപ്പെട്ടതായി കൂടെ. മേബി. ഇനി അതല്ല, പുത്തൂരന്റെ ശരീരം മുഴുവനായി ചാമ്പലാക്കുകയല്ല, ആളെ തിരിച്ചറിയാതിരിക്കാൻ മുഖം മാത്രം കത്തിക്കുകയായിരുന്നു ഇന്റൻഷനെങ്കിലും. മാഡം പറഞ്ഞു വരുന്നത് ഇല്യൂഷൻ, വെറും ഇല്യൂഷൻ. വ്യക്തമാകാത്ത വഴികളിൽ പെടുമ്പോൾ, പുകമഞ്ഞിന്റെ പുലരിയിൽ ദിക്കറിയാതെ നിൽക്കുമ്പോൾ നമ്മൾ ആശ്രയിച്ചു പോകുന്നൊരു വാക്ക്, ആ വാക്കിന്റെ ഔദാര്യത്തിൽ നിന്ന് ഇവിടെയും നമുക്ക് ആരംഭിച്ചാൽ. ഷുവർ മാഡം. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്കറിയേണ്ടത് മരിച്ചത് പുത്തൂരൻ തന്നെയാണോ എന്നാണ്. മാഡം, അതിന് പുത്തൂരൻ അമ്പി ഉറങ്ങുന്ന പാലാപ്പള്ളയിലെ കുഴിമാടത്തിൽ നിന്നും നമ്മൾ തുടങ്ങുന്നു. അറിയപ്പെടാത്ത രഹസ്യങ്ങളുടെ ആഴങ്ങളിൽ ഗുഡ് മോർണിംഗ്. ഞാൻ SP ഗൗരിയാർ വർമ്മ. രാജൻ പുത്തൂരന്റെ കൊലക്കേസ് അന്വേഷണ ചുമതല എനിക്ക്. നമ്മൾ കണ്ടിരുന്നു അന്ന് പുത്തൂരന്റെ അടക്കത്തിന്. ഓർക്കുന്നില്ല, അന്ന് വല്ലാത്ത തിരക്കായിരുന്നല്ലോ പോലീസും പട്ടാവും ഒക്കെ ആയിട്ട്. പ്രതിയെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ മാഡം? അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഫാദർ. ഈ പുത്തൂരനെ ഫാദർ നേരത്തെ അറിയുന്നു? അങ്ങനെ വലിയ പരിചയമില്ല. അയാളന്ന് കോയിറ്റിലൊക്കെ ആയിരുന്നല്ലോ. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് 2 വർഷമായതേ ഉള്ളൂ. പിന്നെ അയാളുടെ കുടുംബക്കാരെയൊക്കെ അറിയാം. പുത്തൂരന്മാരെന്ന് പറഞ്ഞാൽ ഈ ഇടവകയിലെ പ്രമാണിമാരല്ലയോ? പിന്നെ എന്താ ഫാദർ അവർ ഈ കേസിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? ഞാൻ അറിഞ്ഞിടത്തോളം ഈ പയ്യൻ വീട്ടുകാരുമായി അത്ര ലോകത്തിലല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഭാര്യ വീട്ടിൽ തന്നെ അങ്ങ് കൂടിയത്. പിന്നെ മരണത്തിന് മുമ്പിൽ അലോക്യം കാണിക്കാൻ പറ്റുമോ? കുടുംബത്തിന് ചീത്തപ്പേരല്ലയോ? അതുകൊണ്ടാ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ആർഭാടമായിട്ട് അടക്കിയത്. വളരെ ഗൗരവമുള്ളൊരു കാര്യം ഫാദറിനെ ധരിപ്പിക്കാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ മാഡം? പുത്തൂരന്റെ ആർഭാടപൂർവ്വം നടത്തിയ ആ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ആ ബോഡി ഒന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. ഐ മീൻ ഫോറൻസിക് ലാബ് ക്ലിയറൻസ്. കളക്ടറുടെ പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നാളെ കാലത്ത് 10 മണിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫാദർ നിങ്ങളോട് സഹകരിക്കണം. സന്തോഷമേ ഉള്ളൂ. പക്ഷെ മാഡം, എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്മിറ്റിക്കാരുമായി ഒന്നും ആലോചിക്കാതെ, അറിയാമല്ലോ പള്ളിയുടെയും സഭയുടെയും ഒക്കെ കാര്യങ്ങൾ, എസ്പെഷ്യലി സെമിത്തേരിയുടെ വിഷയമാകുമ്പോ. ഷുവർ, ഒരു ദിവസം അങ്ങോട്ട് നീങ്ങിയാലും സാരമില്ല. ഇഷ്യൂസ് ഇല്ലാതെ ഞങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ ഫാദർ അവസരമുണ്ടാക്കി തരണം. പരമാവധി ശ്രമിക്കാം. താങ്ക് യു ഫാദർ.